അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഖിലാഫത്തിന്റെ ചരിത്രം, അതിന്റെ തുടർച്ചയൊന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗം മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ ഇതര ഖുലഫാർ റാഷിദീങ്ങളെല്ലാം വ്യത്യസ്തമായിട്ട് വളരെയധികം വികലമാക്കപ്പെട്ട ഒരു ചരിത്രം കൂടെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെത്. അതിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വിഭാഗം ആളുകൾ ദൗർഭാഗ്യവശാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള പേരിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ടതിനേക്കാൾ അപ്പുറം മഹത്വങ്ങൾ നൽകി വാനോളം ഉയർത്തി യഥാർത്ഥത്തിലുള്ള ചരിത്രം വികലമാക്കപ്പെട്ടു. പക്ഷെ അതേ സന്ദർഭത്തിൽ അതിന്റെ ഒരു മറുവശത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ നൽകപ്പെട്ട മഹത്വങ്ങൾ പോലും നൽകാതെ മറുപക്ഷത്തോടുള്ള വിരോധം കാരണം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടത്ര പരിഗണന സ്ഥാനം നൽകുന്നത് ഇല്ലാതെയായി എന്നുള്ളതാണ്. ഈ രണ്ട് അറ്റങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിന്റെ രണ്ടിന്റെയും മധ്യത്തിലാണ് സത്യം കിടക്കുന്നത്. അതായത് മധ്യമമായിട്ടൊരു നിലപാടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തോട് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടുള്ള ചരിത്രം. ആ സത്യസന്ധമായിട്ടുള്ള ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ വിശദീകരിക്കാൻ ആരംഭിക്കുന്നത്. ഇപ്പൊ നേരത്തെ ഖുലഫാ റാഷിദീങ്ങളുടെ ചരിത്രം പറഞ്ഞ അതേ ക്രമത്തിലായിരിക്കും ഒരു വിഷയം നമ്മൾ സംസാരിക്കുക. ആദ്യത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തെ സംബന്ധിച്ച്, പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു അല്പ കാലഘട്ടം, അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സുദീർഘമായിട്ടുള്ള കാലഘട്ടം, മനോഹരമായിട്ടുള്ള കാലഘട്ടം, അതിനുശേഷം പിന്നീട് 3 ഖലീഫമാരോടൊപ്പമുള്ള കാലഘട്ടം, അവസാനമായിട്ട് ചുരുങ്ങിയ രൂപത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടവും ഇൻഷാ അല്ലാഹ് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. ആ ഒരു ക്രമത്തിലായിരിക്കും സംസാരിക്കുക. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരാണ്. അലി ഇബ്നു അബീ ത്വാലിബ്, അബൂ ത്വാലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു. ആരാണ് അബൂ ത്വാലിബ്? പിതാവിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അബൂ ത്വാലിബ് ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവൻ, പിതാവിന്റെ സഹോദരൻ. അതായത് അബൂ ത്വാലിബ് പ്രത്യേകം മനസ്സിലാക്കുക. അബൂ ത്വാലിബ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേരല്ല, അത് യഥാർത്ഥത്തിൽ കുനിയാണ്. അതായത് നമുക്കൊരു അക്കാലഘട്ടത്തിലുള്ള ആളുകൾ മക്കളുടെ പേരിനോട് ചേർത്ത് വിളിക്കുന്ന ഒരു കുനിയ, അതായത് വിളിപ്പേരായിരുന്നു അബൂ ത്വാലിബ്. യഥാർത്ഥത്തിലുള്ള പേര് അബ്ദു മനാഫ് എന്നുള്ളതാണ് യഥാർത്ഥ പേര്. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിൽ അബൂ ത്വാലിബിനുള്ള സ്ഥാനം, പങ്ക് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. കാരണം വളരെ ചെറുപ്പം മുതൽ പ്രവാചകനെ സംരക്ഷണം ഏറ്റെടുത്ത വ്യക്തി, വളരെ ദരിദ്രനായിരുന്നെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുത്ത് തന്റെ മക്കളെക്കാൾ സ്നേഹത്തോടു കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം പോറ്റി വളർത്തി. ഊണിലും ഉറക്കിലും യാത്രയിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ കൂട്ടി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും, സമൂഹത്തിലൊരു വലിയ വിഭാഗം, ഭൂരിപക്ഷ ആളുകളും പ്രവാചകനെതിരെ ശക്തമായിട്ട് അവര് നീങ്ങിയ സന്ദർഭത്തിൽ, ഉപരോധം വരെ ഏർപ്പെടുത്തിയ സന്ദർഭത്തിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് അബൂ ത്വാലിബായിരുന്നു. എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം സംരക്ഷണം നൽകി. ഇത്രയേറെ പ്രവാചകന് സംരക്ഷണം നൽകിയെങ്കിലും ഈ സത്യമതം സ്വീകരിക്കാൻ അദ്ദേഹം അദ്ദേഹം സന്നദ്ധായില്ല. അതിന് അദ്ദേഹം വൈമനസ്യം കാണിച്ചു. തന്റെ പൂർവ്വപിതാക്കന്മാരുടെ ആ മതം ഞാൻ ഉപേക്ഷിക്കാൻ സന്നദ്ധല്ല എന്നുള്ള ഒരു നിലപാടിലായിരുന്നു അദ്ദേഹം നിലനിന്നിരുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ അവസാനം മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി കെഞ്ചി നോക്കി. ആ ഷഹാദത്തിന്റെ പദങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കെഞ്ചി നോക്കിയെങ്കിലും അതേ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം അവസാനം മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വിഷമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് നൽകി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പ്രവാചകത്വത്തിന്റെ 10ാം വർഷം, നുബുവത്തിന്റെ 10ാം വർഷത്തിലാണ് അബൂ ത്വാലിബ് മരണപ്പെടുന്നത്. ആ അബൂ ത്വാലിബ് മരണപ്പെട്ട ഒരല്പം മാസം കഴിഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയും അതേ വർഷം മരണപ്പെടുകയാണ്. ഈ 2 മരണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 അത്താണികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമൂഹത്തിൽ അത്താണിയായി പ്രവാചകനെ സംരക്ഷിച്ച അബൂ ത്വാലിബും വീട്ടിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ച ഖദീജ റളിയല്ലാഹു അൻഹയും, 2 ആളും മരണപ്പെട്ടു. 2 അത്താണികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നഷ്ടപ്പെടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വിഷമിച്ചു. ആ വർഷം നമുക്കറിയാം, ചരിത്രകാരന്മാർ ആമുൽ ഹുസുൻ, ദുഃഖവർഷം എന്നുള്ള പേരിലാണ് ആ വർഷം തന്നെ അറിയപ്പെടുന്നത്. കാരണം ആ 2 മരണങ്ങൾ പ്രവാചകൻ അത്രയേറെ വിഷമിപ്പിച്ചു എന്നുള്ളത്. അതാണ് അബൂ ത്വാലിബ്. കൂടുതൽ ഞാൻ പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ അബൂ ത്വാലിബിന്റെ ഭാര്യ, അതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന്റെ പേര്, അതാണ് രണ്ടാമത് നമ്മൾ പരിശോധിക്കുന്നത്, ഫാത്തിമ ബിൻത്ത് അസദ്. അതാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന്റെ പേര്, അബൂ ത്വാലിബിന്റെ ഭാര്യ. അബൂ ത്വാലിബ് മരണം വരെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും
ഭാര്യയായിരുന്ന ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ അവര് വളരെ നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ തന്നെ അവർ വളരെ നേരത്തെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച വനിത സ്ത്രീ എന്നുള്ളത് പ്രവാചകന്റെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ രണ്ടാമതായിട്ട് ഇസ്ലാം സ്വീകരിച്ച, ചില റിപ്പോർട്ട് രണ്ടാമതോ മൂന്നാമതായിട്ട് ഇസ്ലാം സ്വീകരിച്ച വനിതയായിരുന്നു ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ, അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. അത്രയേറെ നേരത്തെ തന്നെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രവാചകൻ അങ്ങേയറ്റം അവർ സ്നേഹിച്ചു, സ്വാഭാവികമാണ്. കാരണം അവരുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റ, മദീനയിലേക്കുള്ള ഹിജ്റയിൽ അവർ പങ്കെടുത്തു. പിന്നീട് അവർ മദീനയിലെത്തി. മദീനയിലെത്തിയതിനു ശേഷം നമുക്കറിയാം, പ്രവാചകൻ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം, പ്രവാചക പുത്രിയുമായിട്ടുള്ള വിവാഹം, ആ വിവാഹത്തിന് ശേഷവും അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മാതാവ് 2 വർഷത്തോളം അവരോടൊപ്പം മാതാവ് ജീവിച്ചു. പിന്നീട് മദീനയിൽ വെച്ചിട്ടാണ് അവർ മരണപ്പെടുന്നത്. അവരെ ജന്നത്തുൽ ബഖീൽ അവരെ ഖബറടക്കും. ഇന്നും ആ ഖബർ അവിടെ കാണാൻ സാധിക്കുന്നു. അതാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവായ ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ. ഈ അബൂ ത്വാലിബ് ഫാത്തിമ ദമ്പതികൾക്ക് അവർക്ക് മൊത്തം 6 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. 6 കുട്ടികൾ, 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. രസകരമായിട്ടുള്ള വസ്തു, വിചിത്രമായിട്ടുള്ള കാര്യം, ഓരോ കുട്ടികൾക്കിടയിലും നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അതായത് നല്ല പ്രായ വ്യത്യാസം. ചില കുട്ടികൾക്കിടയിൽ 10 വയസ്സിന്റെ പ്രായ വ്യത്യാസം എല്ലാം കാണാൻ സാധിക്കും. ഈ കുട്ടികൾക്കിടയിൽ ആ ഒരു പ്രായ വ്യത്യാസം ദർശിക്കാൻ സാധിക്കും. അപ്പൊ 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. 4 ആൺകുട്ടികളിൽ, ആ കുടുംബമാണ് നമ്മൾ പരിശോധിക്കുന്നത്, 4 ആൺകുട്ടികളിൽ ഏറ്റവും മൂത്ത കുട്ടി, നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിച്ചാൽ കിട്ടും, മൂത്ത കുട്ടിയുടെ പേര് ത്വാലിബ്. അതുകൊണ്ടാണ് അബൂ ത്വാലിബ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്, ത്വാലിബിന്റെ ഉപ്പ. ഏറ്റവും മൂത്ത കുട്ടി ത്വാലിബാണ്, അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും മൂത്ത സഹോദരൻ. അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, ഈ ത്വാലിബിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏകദേശം അതേ പ്രായമായിരുന്നു, 1-2 വയസ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ, അത് ഏകദേശം പ്രവാചകന്റെ അതേ പ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം അദ്ദേഹം സ്നേഹിച്ചു. പക്ഷേ ഉപ്പയെ പോലെ തന്നെ അദ്ദേഹം അവസാനം വരെ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. ത്വാലിബുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ ഖുറൈശികൾ പ്രവാചകനെതിരെ വന്ന സന്ദർഭത്തിൽ ഖുറൈശികളുടെ നിർബന്ധം കാരണം ഖുറൈശി സംഘത്തിൽ ഈ ത്വാലിബ് ഉണ്ടായിരുന്നു. അങ്ങനെ വഴിമധ്യേ അവര് ത്വാലിബിനെ പരിഹസിച്ച സന്ദർഭത്തിൽ ആ പരിഹാസം സഹിക്കാൻ കഴിയാതെ അദ്ദേഹം ദേഷ്യപ്പെട്ട് ബദറിന്റെ വഴിയിൽ വെച്ച് അദ്ദേഹം തിരിച്ചു പോകുന്നതായിട്ടെല്ലാം നമ്മൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്കറിയാം, ബദറുമായിട്ട് ബന്ധപ്പെട്ട് ബദറിൽ പങ്കെടുക്കപ്പെട്ട ബനു ഹാഷിം ഗോത്രക്കാരെ വധിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം തുടങ്ങുന്നതിന് അല്പം മുമ്പ് അവർക്കൊരു ഓർഡർ കൊടുക്കുന്നുണ്ട് സ്വഹാബത്തിന്. അതിന്റെ കാരണം, അവരാരും സ്വമേധയാ വന്നതായിരുന്നു, അവരിഷ്ടപ്രകാരമല്ല വന്നത്, മറിച്ച് ഖുറൈശികളുടെ നിർബന്ധം കാരണം അവർ പങ്കെടുക്കേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നിർദ്ദേശം യുദ്ധത്തിന് മുമ്പ് സ്വഹാബികൾക്ക് നൽകാനുള്ള കാരണം. അതാണ് ത്വാലിബ്. ആ ബദറിന് ശേഷം അദ്ദേഹം ഒരല്പകാലമാണ് ജീവിച്ചത്. കൂടുതൽ ചരിത്രം അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധ്യമല്ല. ഏതായിരുന്നാലും ആ രൂപത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും മൂത്ത സഹോദരനായ ത്വാലിബ്. രണ്ടാമത്തെ സഹോദരൻ, അതായത് അബൂ ത്വാലിബിന്റെ രണ്ടാമത്തെ സന്താനം അഖീൽ ഇബ്ൻ അബീ ത്വാലിബ്. അഖീൽ ഇബ്ൻ അബീ ത്വാലിബ്, അതാണ് രണ്ടാമത്തെ സഹോദരൻ, അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ സഹോദരൻ, അതായത് അബൂ ത്വാലിബിന്റെ രണ്ടാമത്തെ കുട്ടി. അദ്ദേഹം ഖുറൈശികളെല്ലാം വളരെ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു. പണ്ഡിതൻ, അതായത് ഖുറൈശികളുടെ ചരിത്രത്തെ സംബന്ധിച്ച്, അവരുടെ വംശാവലിയെ സംബന്ധിച്ച്, അൻസാബിനെ സംബന്ധിച്ചെല്ലാം നല്ല ആഴത്തിൽ അഗാധമായിട്ടുള്ള വിവരമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ അഖീൽ ഇബ്ൻ അബീ ത്വാലിബ്. അതുകൊണ്ട് തന്നെ ഖുറൈശികൾ അങ്ങേയറ്റം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇതേ രൂപത്തിൽ ബദറിൽ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ബദറിൽ പങ്കെടുത്തു. ഇഷ്ടമില്ലാതെ ഖുറൈശികളുടെ നിർബന്ധം കാരണം അദ്ദേഹം പങ്കെടുക്കേണ്ടി വന്നു. അവസാനം മുസ്ലിങ്ങൾ അദ്ദേഹത്തെ യുദ്ധ തടവുകാരനായിട്ട് പിടിക്കപ്പെട്ടു. പിന്നീട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിന് മോചനദ്രവ്യം നൽകിയതിന് ശേഷമാണ് അദ്ദേഹത്തെ മോചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ബദറിൽ യുദ്ധ തടവുകാരനായിട്ട് അദ്ദേഹത്തെ പിടിക്കപ്പെട്ടിരുന്നു. അതാണ് അഖീൽ ഇബ്ൻ അബീ ത്വാലിബ്. അങ്ങനെ അവസാനം മക്ക വിജയ സന്ദർഭത്തിൽ ഈ അഖീൽ ഇബ്ൻ അബീ ത്വാലിബ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ വളരെ നിർണായകമായിട്ടൊരു സന്ദർഭം, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിൽ നടന്ന ഹുനൈൻ യുദ്ധത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഹുനൈൻ യുദ്ധത്തിൽ അപ്രതീക്ഷിതമായിട്ടൊരു ആക്രമണം ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് വന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നാനാഭാഗത്തേക്ക് ഓടി. ആ സന്ദർഭത്തിൽ ഒരല്പം ആളുകൾ പ്രവാചകന്റെ സമീപത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിട്ടുണ്ട്. ആ സംരക്ഷിച്ച കൂട്ടത്തിൽ നമുക്ക് അഖീൽ ഇബ്ൻ അബീ ത്വാലിബിനെ അവിടെ കാണാൻ സാധിക്കും റളിയല്ലാഹു അൻഹു. ആ നിർണായക വേളയിൽ അദ്ദേഹത്തെ നമ്മൾ ചരിത്രത്തിൽ കാണുകയാണ്. വളരെ കാലം അദ്ദേഹം ജീവിച്ചു.
എത്രത്തോളം വെച്ചാൽ 96 ഏകദേശം 100 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ച് പിന്നീട് അവസാനം മുആവിയ ഇബ്നു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് ഈ അഖീൽ ഇബ്നു അബൂ ത്വാലിബ് മരണപ്പെടുന്നത്. അത്രയും സുദീർഘമായിട്ടുള്ള ഒരു കാലഘട്ടം അദ്ദേഹം ജീവിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ഉടനീള ചരിത്രത്തിൽ അദ്ദേഹം സാക്ഷിയാണ്. ഈ അഖീൽ ഇബ്നു അബീ ത്വാലിബ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഒരു മകന് പ്രസിദ്ധമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ. അദ്ദേഹത്തിന്റെ മകനാണ് മുസ്ലിം ഇബ്നു അഖീൽ. ചരിത്ര പ്രസിദ്ധമാണ്. നമുക്കറിയാം കർബല സംഭവം. നേരത്തെ ഒരല്പം മുമ്പ് ആ ഒരു വിഷയം നമ്മൾ സംസാരിച്ചിരുന്നു. ആ കർബല സംഭവത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് റോളാണ് അഖീൽ ഇബ്നു അബീ ത്വാലിബിന്റെ മകനായ മുസ്ലിം ഇബ്നു അഖീൽ നിർവഹിക്കുന്നത്. നമുക്കറിയാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ആദ്യം തന്റെ പ്രതിനിധിയായിട്ട് കൂഫയിലേക്ക് അയച്ചത് ഈ അഖീലിന്റെ മകനായ മുസ്ലിം ഇബ്നു അഖീലിനെയാണ്. അവിടെ വെച്ചിട്ടാണ് നമുക്കറിയാം ഇബ്നു സിയാദിന്റെ പടയാളികൾ അതിക്രൂരമായിട്ട് ഈ മുസ്ലിം ഇബ്നു അഖീലിനെ വധിക്കുന്നതായിട്ടെല്ലാം കർബലയുടെ ചരിത്രത്തിൽ നമ്മൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അതാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ടാമത്തെ സഹോദരനായ അഖീൽ ഇബ്നു അബീ ത്വാലിബ്. ഇനി അലി റളിയല്ലാഹു അൻഹുവിന്റെ മൂന്നാമത്തെ സഹോദരൻ, അതായത് അബൂ ത്വാലിബിന്റെ മൂന്നാമത്തെ മകൻ പ്രസിദ്ധനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ജഅഫർ ഇബ്നു അബീ ത്വാലിബ്. കാരണം നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ സ്വഹാബത്തിന് കൂടെ ഏറ്റവും ഉന്നത സ്ഥാനം കൈവരിക്കുന്ന ഒരു സ്വഹാബി കൂടെയാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല. നമുക്കറിയാം മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഹിജ്റ, രണ്ടാമത്തെ ഹിജ്റ മദീനയിലേക്ക്, ആദ്യത്തെ ഹിജ്റ അബിസിനിയയിലേക്കുള്ള ഹിജ്റയിൽ, ആ ഹിജ്റ പോയ സംഘത്തിന്റെ അമീറായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ചത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഹിജ്റ പോയതിനു ശേഷം എത്യോപ്യയിൽ നജ്ജാഷിയുടെ കൊട്ടാരത്തിൽ വെച്ച് ആ നേഗസ് രാജാവുമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ആ സംഭാഷണം എല്ലാം നമുക്കറിയാം. അവിടെ വെച്ചുകൊണ്ട് നജ്ജാഷിയുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. അവസാനം അദ്ദേഹം വഴി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വഴിയാണ് നജ്ജാഷി ഇസ്ലാമിലേക്ക് വരുന്നത്. നജ്ജാഷി ഇസ്ലാമിലേക്ക് വന്നു. വീണ്ടും അവര് ആ സംഘം എത്യോപ്യയിൽ തന്നെ അവര് താമസിക്കാൻ, അബിസീനയിൽ തന്നെ അവര് താമസിച്ചു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാം ഹിജ്റ മദീനയിലേക്കുള്ള ഹിജ്റ പോയി. ഹിജ്റയ്ക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നടക്കുന്ന ഖൈബർ യുദ്ധം, നമുക്കറിയാം മദീനയിലുള്ള ജൂത ഗോത്രക്കാരുമായിട്ട് നടന്ന ചരിത്രപ്രസിദ്ധ യുദ്ധം ഖൈബർ യുദ്ധം. 30ഓളം ദിവസം നീണ്ടുനിന്ന ആ യുദ്ധം അവസാനം മുസ്ലിങ്ങൾ വിജയിക്കുന്നുണ്ട്. ഇൻഷാല്ലാഹ് അത് ഞാൻ പിന്നീട് സൂചിപ്പിക്കും. ആ വിജയിച്ച സന്ദർഭത്തിൽ, ആ വിജയിച്ച ദിവസമാണ് എത്യോപ്യയിലേക്ക് മക്കയിൽ വെച്ച് ഹിജ്റ പോയ സംഘം മടങ്ങി വരുന്നത്. ആ സംഘം അന്ന് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവര് ഖൈബർ വിജയിച്ച ദിവസം മടങ്ങി വരാൻ. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, മനോഹരമായിട്ടുള്ള ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈബറിലെ വിജയാണോ അതോ ജഅഫർ തിരിച്ചെത്തിയതാണോ എനിക്ക് കൂടുതൽ സന്തോഷം എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത്രയേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ സന്തോഷിക്കാൻ. ഖൈബർ വിജയിച്ചതാണോ അതോ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തിരിച്ചു വന്നതാണോ ഇന്നത്തെ ദിവസം എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷവാനാക്കുന്നത് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറയുന്നത്. വീണ്ടും ഖൈബറിന് ശേഷം 2 വർഷത്തോളം ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിച്ചു. പിന്നീട് 2 വർഷത്തിന് ശേഷം വന്ന ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ സുപ്രധാനമായിട്ട് യുദ്ധങ്ങളിൽ ഒന്നായ മുഅ്ത യുദ്ധം. ആ മുഅ്ത യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാം സൈന്യാധിപനായിട്ട് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുന്നു. യുദ്ധത്തിൽ അതിഘോരമായിട്ട് അദ്ദേഹം ശത്രുക്കളുമായിട്ട് പോരാടി. ചരിത്രം നമുക്കറിയാം. ആദ്യമായിട്ട് വലത് കൈ വെട്ടി. ആ സന്ദർഭത്തിൽ അദ്ദേഹം പതാക ഇടത് കൈകളിലേക്ക് പിടിച്ചു. ഇടത് കൈ വെട്ടിയ സന്ദർഭത്തിൽ അദ്ദേഹം പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് അവസാനം ഷഹീദായിട്ട് ആ യുദ്ധക്കളത്തിൽ മരണപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വേദനിച്ചു. യുദ്ധത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജഅഫറിന്റെ നഷ്ടപ്പെട്ട 2 കൈകൾക്ക് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ചിറകുകൾ സ്വർഗത്തിൽ നൽകുമെന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടതായിട്ടെല്ലാം ഹദീസിൽ കാണാൻ സാധിക്കും. അതാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മൂന്നാമത്തെ സഹോദരൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭാര്യ നമുക്കറിയാം അസ്മാ ബിൻത്ത് ഉമൈസ് റളിയല്ലാഹു അൻഹ. അതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള സ്വഹാബി വനിത. അസ്മാ ബിൻത്ത് ഉമൈസ് റളിയല്ലാഹു അൻഹ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം നമുക്കറിയാം അസ്മാ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം പിന്നീട് അസ്മാ ബിൻത്ത് ഉമൈസ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അത്രയും ശ്രേഷ്ഠയായിട്ടുള്ള
സ്വഹാബി വനിത കൂടെയാണ് അസ്മാ ബിൻത് ഉമൈസ്, അതായത് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. അവരുടെ മകൻ പ്രസിദ്ധാണ് അബ്ദുല്ലാഹ് ബിൻ ജഅഫർ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ തിരിച്ചു വരും. അപ്പൊ അതാണ് 3 സഹോദരന്മാർ. നാലാമതായിട്ട് അലി ബിൻ അബി ത്വാലിബ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരും. പിന്നീടുള്ള 2 സഹോദരിമാര്, ഞാൻ പറഞ്ഞു 2 സഹോദരിമാരുണ്ട്. ഒന്നാമത്തെ സഹോദരിയുടെ പേര് ഫാഹ, അല്ലെങ്കിൽ അവരുടെ കുനിയായിട്ട് അറിയപ്പെടുന്ന ഉമ്മുഹാനി. ആ പേരിലാണ് അവർ കൂടുതൽ പ്രസിദ്ധമായത്. ഉമ്മുഹാനി എന്നറിയപ്പെടുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി. അവരെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് കാണാൻ സാധ്യതയില്ല. അവര് ഒരു ഹദീസിൽ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിറാജുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ ഇസ്രാ മിറാജ് സംഭവിച്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുഹാനിയുടെ വീട്ടിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നതെന്ന് ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അതായത് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ പരിസരത്ത് അവിടെ കിടക്കുന്ന സന്ദർഭത്തിലായിരുന്നു ഇസ്രാ മിറാജ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതേ സന്ദർഭത്തിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഉമ്മുഹാനിയുടെ വീട്ടിലായിരുന്ന സന്ദർഭത്തിലായിരുന്നു ആ ഇസ്രാ മിറാജ് സംഭവിച്ചതെന്ന് മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ. അതാണ് ഉമ്മുഹാനി. അവരെ സംബന്ധിച്ച് കൂടുതൽ ചരിത്രത്തിൽ കാണാൻ സാധ്യതയില്ല. മക്ക വിജയ സന്ദർഭത്തിൽ ഏതായാലും അവർ ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ അവരുടെ ഭർത്താവിനെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള സംഭവം, അവരുടെ ഭർത്താവായിരുന്ന ഹുബൈർ ബിൻ അദി എന്നറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹം ഇസ്ലാമിനെതിരെ ശക്തമായിട്ട് നീങ്ങി. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ, അതായത് ഈ ഹുബൈറിനെ വധിക്കുമെന്ന് അലി റളിയല്ലാഹു അൻഹു ശക്തമായിട്ടൊരു ശപഥം ചെയ്തു. അതായത് ഞാൻ അദ്ദേഹത്തെ വധിച്ചിരിക്കുന്ന അലി റളിയല്ലാഹുവിനെ നേരത്തെ പറഞ്ഞിരുന്നു. അവസാനം മക്ക വിജയ സന്ദർഭത്തില് ഭർത്താവിനെ അവർ അഭയം നൽകുകയാണ്. അഭയം നൽകിയതിനു ശേഷം അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിച്ചു. മർഹബൻ ബി ഉമ്മിഹാനി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്വീകരിച്ചിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, പ്രവാചകരെ, അലി റളിയല്ലാഹു അൻഹു എന്റെ ഭർത്താവിനെ വധിക്കുമെന്ന് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് താങ്കൾ അദ്ദേഹത്തിന് അഭയം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ഉമ്മുഹാനി, നീ ആർക്കാണോ അഭയം നൽകിയത് അവർക്ക് ഞാനും അഭയം നൽകും. നീ ആർക്ക് സംരക്ഷണം നൽകിയോ അവർക്ക് എന്റെ സംരക്ഷണം ഉണ്ട്. ഒരിക്കലും അയാൾ വധിക്കപ്പെടില്ലെന്നുള്ളൊരു വാക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുഹാനിക്ക് നൽകുന്നത്. അതായത് അവരുടെ ശ്രേഷ്ഠതയാണ് കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉറപ്പ് നൽകിയിട്ട് അവരെ തിരിച്ചയക്കുന്നതായിട്ടെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഏതായിരുന്നാലും അഭയം ലഭിച്ചിട്ടും അയാൾ അവസാനം മക്കയിൽ നിന്ന് നജറാനിലേക്ക് ഒളിച്ചോടുന്നതായിട്ടാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഉമ്മുഹാനിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സ്വഹീഹുൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഹദീസ്, അതായത് ഒട്ടകപ്പുറത്ത് സവാരി ചെയ്യുന്ന സ്ത്രീകളിൽ ഏറ്റവും ഉത്തമര് ഖുറൈശി സ്ത്രീകളാണ്. അവരാണ് കുട്ടികളോട് അങ്ങേയറ്റം വാത്സല്യമുള്ളവരാണെന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി സ്ത്രീകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ ഹദീസിനെ വിശദീകരിച്ച സന്ദർഭത്തിൽ ചില പണ്ഡിതന്മാര് ഈ ഹദീസിൽ പറയപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഉമ്മുഹാനിയെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നതെന്നെല്ലാം ചില പണ്ഡിതന്മാര് സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏതായിരുന്നു ഉമ്മുഹാനി, അവര് കുറെ കാലം, ഒരുപാട് കാലം ജീവിച്ച അവസാനം അലി റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അവർ മരണപ്പെടുന്നത്. അതാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയായിരുന്ന ഉമ്മുഹാനി, അല്ലെങ്കിൽ ഫാഹ. നിരവധി പേരുകൾ കാണാൻ സാധിക്കും. രണ്ടാമത്തെ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയായിട്ട് കാണുന്നത് ജുമാന ബിൻത് അബൂ ത്വാലിബ്. അതാണ് രണ്ടാമത്തെ സഹോദരി, ജുമാന ബിൻത് അബൂ ത്വാലിബ്. അവരെ സംബന്ധിച്ചും വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അവരുടെ ഭർത്താവിനെ സംബന്ധിച്ചുള്ള മനോഹരമായിട്ടുള്ള ഉദ്ധരണി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഭർത്താവിന്റെ പേര് അബൂ സുഫിയാൻ. അബൂ സുഫിയാൻ എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമുക്ക് പരിചയമുള്ള ഒരു അബൂ സുഫിയാനാണ്. അതായത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ ബനു ഉമയ്യ ഗോത്രത്തിലുള്ള പ്രസിദ്ധനായിട്ടുള്ള അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാൻ അല്ലാതെ മറ്റൊരു അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. അതായത് ബനു ഹാഷിം ഗോത്രത്തിലുള്ള അബൂ സുഫിയാൻ ഇബ്ൻ അൽ ഹാരിസ് ഇബ്ൻ അൽ അബ്ദുൽ മുത്തലിബ്, അതായത് മറ്റൊരു അബൂ സുഫിയാൻ. അദ്ദേഹമായിരുന്നു ഈ ജുമാനയുടെ ഭർത്താവ്. അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശക്തമായിട്ടുള്ള കവിതകളെല്ലാം രചിച്ച് ഇസ്ലാമിനെതിരെ ശക്തമായിട്ട് അവർ പ്രവർത്തിച്ചു. അവസാനം മക്ക വിജയിച്ച സന്ദർഭം, ഫതഹ് മക്ക വിജയിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അവര് വേഷപ്രച്ഛനായിട്ട് അവർ മുഖം മറച്ചിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് പ്രവാചകനെ കണ്ടിട്ട് അവർ മാപ്പ് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകി അവരെ തിരിച്ചയക്കുകയും ചെയ്തു. അതാണ് ഈ ജുമാനയെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ജുമാന ബിൻത്ത് അബൂ താലിബ് റളിയല്ലാഹു അൻഹ അവരെ സംബന്ധിച്ച് കാണപ്പെടുന്ന ചരിത്രം. അവർ നേരത്തെ ഇസ്ലാം സ്വീകരിച്ചു. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ മദീനയിലേക്ക് ഹിജ്റ പോയിട്ടതായിട്ടുള്ളതെല്ലാം നമ്മൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് നമ്മൾ വരികയാണ്. അലി ഇബ്നു അബീ താലിബ് പ്രബലമായിട്ടുള്ള അഭിപ്രായ പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ 10 വർഷം മുമ്പാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. റജബ് 12-ാം തീയതി എന്നെല്ലാം ഇബ്നു സഅദിന്റെ തബഖാത്തിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മക്കയിൽ ജനിക്കാണ്. കഅബക്കുള്ളിലാണ്
ജനിച്ചതെന്ന് ഷിയാക്കൾ അവകാശപ്പെടാറുണ്ട്. അതിന് സുന്നി പണ്ഡിതന്മാർ അതിനെ നിശ്ചയിച്ച് കൃത്യമായിട്ട് രേഖകളില്ല. ഇനി രേഖകൾ ഉണ്ടെങ്കിൽ തന്നെ അത് വലിയൊരു സംഭവമല്ല. അക്കാലഘട്ടത്തിൽ ഇതേ രൂപത്തിൽ ജനിക്കപ്പെട്ടതായിട്ട് നിരവധി സംഭവങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്, അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ അബൂ ത്വാലിബ് സമീപത്തുണ്ടായിരുന്നില്ല. അബൂ ത്വാലിബ് മക്കൾക്ക് പുറത്ത് എന്തോ ഒരു ആവശ്യത്തിന്, കച്ചവടാവശ്യത്തിനായിരിക്കണം അദ്ദേഹം യാത്രയിലായിരുന്നു. നമുക്കറിയാം അക്കാലഘട്ടത്തിലുള്ള ആളുകൾ അവർ ഇതേ രൂപത്തിൽ മാസങ്ങളോളം നീണ്ട യാത്രകൾ, കച്ചവടാവശ്യത്തിന് അവര് മക്കൾക്ക് പുറത്ത് പോകാറുണ്ടായിരുന്നു. അതേ രൂപത്തിൽ ഒരു യാത്രാവേളയിലാണ് മാതാവ് മകന് ജന്മം നൽകുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ച ഉടനെ മാതാവ് അവന് നൽകിയ പേര് അസദ് എന്ന് വെച്ചാൽ നമുക്കറിയാം സിംഹം. ആ ഒരു പേരാണ് മാതാവ് നൽകിയത്. അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു പിൻകാലഘട്ടത്ത്, പിന്നീടുള്ള ജീവിതകാലത്ത് അഭിമാനത്തോടുകൂടെ എന്റെ മാതാവ് എന്നെ ആദ്യം വിളിച്ചത് അസദ് എന്നായിരുന്നു എന്നെല്ലാം അലി റളിയല്ലാഹു അൻഹു ഓർമ്മ അയവിറക്കുന്നതായിട്ടെല്ലാം നമ്മൾ പിന്നീടുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ധീരയോദ്ധാവായി മാറിയതിനു ശേഷമുള്ള ചരിത്രത്തിൽ. ഏതായിരുന്നാൽ അസദ് എന്നുള്ള പേര് നൽകുന്ന ഒരു അല്പസമയത്തിന് ശേഷം അബൂ ത്വാലിബ് ആ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ മകനെയൊക്കെ കണ്ട്, പക്ഷെ ആ പേരില് അദ്ദേഹത്തിന് ആ പേരിൽ ഇഷ്ടപ്പെട്ടില്ല. അബൂ ത്വാലിബിന് ഭാര്യ നൽകിയ ആ പേരിൽ അദ്ദേഹം സംതൃപ്തനായാലും, അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പേര് മാറ്റി. അസദ് എന്നുള്ള പേര് അദ്ദേഹം മാറ്റിയിട്ട് കുട്ടിക്ക് അലി എന്നുള്ള പേര് അദ്ദേഹമാണ് നൽകിയത്. അലി എന്നാണ് അദ്ദേഹം നൽകിയ പേര്. അതാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് രണ്ട് വിളിപ്പേരുകളാണ് നമ്മൾ കാണുന്നത് ചരിത്രത്തിൽ. ഒന്നാമത്തെ വിളിപ്പേര് അബുൽ ഹസൻ, ഹസന്റെ ഉപ്പ. അതായത് നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ മകനാണ് ഹസൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അബുൽ ഹസൻ എന്നുള്ള അപരനാമത്തിലാണ് അലി റളിയല്ലാഹു അൻഹു അറിയപ്പെടുന്നത്. നേരത്തെ അബൂ താലിബ് പറഞ്ഞതുപോലെ തന്നെ. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ കുനിയായിട്ട്, വിളിപ്പേരായിട്ട് കാണപ്പെടുന്നത് അബൂ തുറാബ്. ഈ പേര് അദ്ദേഹത്തിന് നൽകപ്പെട്ടത് മനോഹരമായിട്ടുള്ള സംഭവമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ ഒരു വിളിപ്പേര് അദ്ദേഹത്തിന് നൽകിയത്. അത് നൽകാനുള്ള സാഹചര്യം നമുക്ക് സ്വഹീഹുൽ ബുഖാരിയിൽ സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഹദീസ്. ആ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ പുത്രി, നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നത് പ്രവാചകന്റെ പുത്രിയാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ വിവാഹശേഷം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളുടെ വീട് സന്ദർശിച്ച സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് ചോദിച്ചു, എവിടെ നിന്റെ ഭർത്താവ് എവിടെ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹുവിന് ദേഷ്യം വന്ന് പുറത്തു പോയതാണ്. ചിന്തിച്ചു നോക്കുക, അത്രയും ഉന്നതരായിട്ടുള്ള സ്വഹാബത്തിന്റെ വീട്ടിൽ പോലും ഇതേ രൂപത്തിലുള്ള ചെറിയ ഇണക്കവും പിണക്കവും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കുടുംബജീവിതത്തിൽ പറഞ്ഞതാണ്. അപ്പൊ അതേ രൂപത്തിൽ തെറ്റിപ്പോയതാണെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ഒരാളെ വിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിക്കാൻ. അവസാനം അയാൾ അന്വേഷിച്ച് പള്ളിയുടെ പിറകിൽ ഒരു മണ്ണിൽ ഇങ്ങനെ കടന്നുറങ്ങുന്നതായിട്ട് അയാൾ കണ്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പോയ സന്ദർഭത്തിൽ കാണുന്ന കാഴ്ച, ആ പള്ളിയുടെ പിറകുവശത്തുള്ള ആ മണ്ണിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറഞ്ഞ് ഉറക്കത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞത് കാരണം മേലൊന്നാകെ മണ്ണായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലുള്ള ആ മണ്ണ് ഇങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഖും യാ അബാ തുറാബ്, മണ്ണിന്റെ മകനെ എഴുന്നേൽക്കെന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ വിളിച്ച പേരാണ് അബൂ തുറാബ്. ആ ഒരു പേര് അലി റളിയല്ലാഹു അൻഹുവിന് അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു. കാരണം പ്രവാചകൻ നൽകി എന്നുള്ളത് കൊണ്ട് തന്നെ. അതായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കുനിയായിട്ട് അറിയപ്പെടുന്ന രണ്ട് പേരുകൾ. പിന്നീട് സ്വാഭാവികമായിട്ടും അലി റളിയല്ലാഹു അൻഹു എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഒരു ഇമേജ് വരുന്നുണ്ടാകും. ഏതൊരാളെ സംബന്ധിച്ച് നമ്മൾ കാണാതെ ഇതേ രൂപത്തിൽ ചരിത്രം കേൾക്കുന്ന സന്ദർഭത്തിൽ ഏകദേശം ഒരു രൂപം നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഏത് രൂപത്തിലായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശാരീരിക പ്രകൃതി? അതും ചില പണ്ഡിതന്മാർ ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിന്റെ ഇസ്തിആബിൽ സൂചിപ്പിക്കപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള ചെറിയ വിവരണം. ആവറേജ് ഹൈറ്റ്, അതായത് വലിയ ഉയരവുമില്ല, പറ്റ ഉയരം കുറഞ്ഞതല്ല, മിതമായിട്ടുള്ള ഹൈറ്റ്. അതേപോലെ തന്നെ വലിയ ഷോൾഡർ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ശക്തമായിട്ടുള്ള പേശികൾ, അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതായത് കൈയിന്റെ ജോയിന്റുകൾ തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത വിധം അതിശക്തമായിട്ടുള്ള മസിലുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് സിക്സ് പാക്ക് എന്നെല്ലാം പറയാൻ, അതിനെല്ലാം അപ്പുറം അതിശക്തമായിട്ടുള്ള പേശികളുള്ള അതിശക്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തലയിൽ മുടി ഒരൽപ്പം കുറവാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ തിങ്ങി നിറഞ്ഞ വളരെ നീണ്ട ഒരു താടി അദ്ദേഹത്തിനുണ്ടായി. ഇതാണ് രൂപവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ, നമ്മൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ
വിവാഹം കഴിക്കുന്നു. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതകാലത്തുടനീളം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വേറെ വിവാഹം കഴിച്ചിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട്, നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് 6 മാസങ്ങൾക്ക് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെടാൻ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വെറും 30-31 വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം നിരവധി വിവാഹങ്ങൾ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കഴിക്കുന്നുണ്ട്. അതിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലുണ്ടായ സന്താനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ഈ 2 സന്താനങ്ങൾ ആൺകുട്ടികളും, അതോടൊപ്പം നമ്മൾ പലരും അറിയാത്തൊരു കാര്യം, ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവർക്കുണ്ടായിരുന്ന 2 പെൺകുട്ടികൾ കൂടെ ഉണ്ട്. ആ പെൺകുട്ടികളുടെ പേര് സൈനബ് റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ ഉമ്മു കുൽസും. ഈ 2 പെൺകുട്ടികളും അവർക്കുണ്ടായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങളുടെ അതേ പേരാണ് അലി റളിയല്ലാഹു അൻഹു തന്റെ മക്കൾക്ക് നൽകിയത്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞു, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം നിരവധി വിവാഹം കഴിക്കുന്നുണ്ട്. ആ വിവാഹത്തിലും നിരവധി പെൺകുട്ടികളുണ്ടെന്ന്. ആ പെൺകുട്ടികൾക്കും അതേ പേര് അദ്ദേഹം വീണ്ടും നൽകുന്നുണ്ട്. സൈനബ്, ഉമ്മു കുൽസും എന്നുള്ള പേര് അവർക്കും നൽകിയിട്ടുണ്ട്. അപ്പൊ നിരവധി സൈനബുമാരും നിരവധി ഉമ്മു കുൽസുമാരും. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലുണ്ടായ സൈനബിനെയും ഉമ്മു കുൽസുമിനെയും പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ ഉമ്മു കുൽസും അൽ കുബ്ര അല്ലെങ്കിൽ സൈനബ് അൽ കുബ്ര എന്നാണ് ഈ 2 സന്താനങ്ങൾ ആ രൂപത്തിലാണ് വിളിക്കപ്പെടുന്നത്. അതിൽ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഉമ്മു കുൽസുമിനെ പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നുണ്ട്. അതായത് അവർ തമ്മിലുള്ള ആ ബന്ധം ശക്തിപ്പെടുക. ഏതായിരുന്നാലും നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതായത് ഇവർക്ക് തമ്മിൽ ഇടയിൽ ശത്രുതയുണ്ടെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം മകളെ എങ്ങനെയാണ് ഇതേ രൂപത്തിലുള്ള ഒരാൾക്ക് ഭർത്താവായിട്ട് നൽകുക? അതേപോലെ തന്നെ അലി ബിൻ അബി ത്വാലിബിന്റെ 2ാമത്തെ മകളായ സൈനബിനെ നമുക്കറിയാം ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹി ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് വിവാഹം കഴിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, അബൂ ത്വാലിബ് വളരെ ദരിദ്രനായിരുന്നു. അദ്ദേഹത്തിന് 6 മക്കളായിരുന്നു. അദ്ദേഹം വളരെ ദരിദ്രനായതുകൊണ്ട് തന്നെ അബൂ ത്വാലിബ് ജീവിതകാലത്തുടനീളം ഒരു ഭാര്യയെ മാത്രമേ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളൂ. പ്രാരാബ്ദം കാരണം ഒരു ഭാര്യയെ മാത്രമേ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അക്കാലഘട്ടത്തിൽ സമ്പ്രദായം ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷെ തന്റെ സാമ്പത്തിക പ്രാരാബ്ദം കാരണം അബൂ ത്വാലിബ് ഒരു ഭാര്യയെ മാത്രമേ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പ്രാരാബ്ദം കാരണം അദ്ദേഹം ബുദ്ധിമുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ വിവാഹം കഴിയുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ആദ്യത്തെ വിവാഹം കഴിയുന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിവാഹം കഴിഞ്ഞതോടുകൂടെ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക സ്ഥിതിയെല്ലാം അല്പം മെച്ചപ്പെട്ടു. കാരണം ഖദീജ റളിയല്ലാഹു അൻഹ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും സമ്പന്നയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക സ്ഥിതിയെല്ലാം ഒരല്പം ഭേദമായപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ചെയ്ത ഉപകാരത്തിന് തിരിച്ച് അബൂ ത്വാലിബിന് ഉപകാരം നൽകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിനെ സമീപിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും 2 ആളും കൂടെ അബൂ ത്വാലിബിനെ അവര് സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഏതായിരുന്നാലും നിങ്ങൾ ഇത്രയേറെ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. 6 മക്കളെ മുഴുവനും പോറ്റി വളർത്താനുള്ള ഒരു സാമ്പത്തിക നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ പ്രയാസപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളിൽ 2 ആളുകളെ ഞങ്ങൾ ഏറ്റെടുത്തോളാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിനോട് പറഞ്ഞത്. ആ സന്ദർഭത്തിൽ അബൂ ത്വാലിബ് തന്റെ 6 മക്കളിൽ നിന്നും 2 ആളുകളെ ഇവരുടെ കൂടെ അയക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം അയച്ചു. അതേപോലെ തന്നെ ജഅഫർ ഇബ്ൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അബൂ ത്വാലിബ് അയക്കാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമാണ് പിന്നീട് അലി ഇബ്ൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വളരുന്നത്. 6-ാം വയസ്സിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അലി റളിയല്ലാഹു അൻഹു വരികയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് അലി റളിയല്ലാഹു അൻഹു വളരുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ കൂടെ ആവർത്തിക്കാണ്, അതായത് അബൂ ത്വാലിബ് വളരെയധികം പ്രാരാബ്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ വിവാഹം കഴിയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതിയെല്ലാം ഒരല്പം മെച്ചപ്പെട്ടതോടുകൂടെ അബൂ ത്വാലിബിനെ പ്രവാചകൻ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ 6 മക്കളിൽ ഏതെങ്കിലും ഒരാളെ ഞാൻ ഏറ്റെടുത്തോളാം, ഒരല്പം ആശ്വാസമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അബൂ ത്വാലിബ് തന്റെ 6 മക്കളിൽ നിന്നും അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പവും ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പവും പറഞ്ഞയക്കുകയാണ്. പിന്നീട് അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് താമസിച്ചത്. പിന്നീട് നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കാണ്.
നുബുവത്ത് ലഭിച്ചതിന് ശേഷം ഒരിക്കല് അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുന്ന സന്ദർഭത്തിൽ കാണുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യയും നമസ്കരിക്കുന്നതാണ്. ചിന്തിച്ചു നോക്ക്. അതായത് പ്രത്യേകം മനസ്സിലാക്കണം, ഇത് ഏറ്റവും നല്ലൊരു തെളിവാണ്. അതായത് നമസ്കാരം യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാ മിഅ്റാജിന് മുമ്പേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നു. ആ രൂപത്തിൽ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരത്തിന്റെ രൂപം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയോട് കൂടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിചിത്രമായിട്ടുള്ള ഈ ഒരു കർമ്മം അവർ ചെയ്യുന്നത് കണ്ടിട്ട് അലി റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, പ്രവാചകരെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്യുന്നതെന്നും അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ ആ മനോഹരമായിട്ടുള്ള ആശയം, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധനയിൽ അവന് പങ്കുകാരില്ല എന്നുള്ള ആ മനോഹരമായിട്ടുള്ള ആശയം കുട്ടിയായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുതിയ കാര്യം, അതുവരെ കേട്ട് പരിചയമില്ലാത്തൊരു പുതിയ ആശയമായതുകൊണ്ട് തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് എന്റെ ഉപ്പയോടൊന്ന് ചോദിക്കണം, എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല, എന്റെ ഉപ്പയോടൊന്ന് അന്വേഷിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതായാലും ഞങ്ങൾ പരസ്യ പ്രബോധനം അങ്ങ് ആരംഭിച്ചിട്ടില്ല, അതിനുള്ള അനുമതി എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയാം, ഈ രഹസ്യം, അതായത് നീ ഇവിടെ കണ്ട കാര്യം, അതായത് ഈ രൂപത്തിൽ ഞങ്ങൾ ഒരു പുതിയ മതം സ്വീകരിച്ച കാര്യം മറ്റാരോടും പറയരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓക്കെ, ഞാൻ ആരോടും പറയില്ല. അപ്പൊ അന്നത്തെ ദിവസം രാത്രി, ആ രാത്രിയിലുടനീളം അലി റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആശയത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. രാത്രിയിലുടനീളം അതിനെ സംബന്ധിച്ച് ചിന്തിച്ച് അവസാനം പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലെത്തിയിട്ട് പറഞ്ഞു, എനിക്കൊന്നുകൂടെ കേൾക്കണം, നിങ്ങൾ ആ പറഞ്ഞ ആശയം എനിക്കൊന്നുകൂടെ കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധനാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷഹാദത്ത് കലിമ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ആ ഒരു ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തു. അതോടുകൂടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരാൻ. ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച, കുട്ടികളിൽ നിന്നും ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. പുരുഷന്മാരിൽ പ്രായമുള്ള ആളുകളെ നമുക്കറിയാം, ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം തന്നെ അലി റളിയല്ലാഹു അൻഹു തന്റെ ഇസ്ലാം രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ അനുഷ്ഠിച്ചു പോരാണ്. ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അലി റളിയല്ലാഹു ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അലി റളിയല്ലാഹു ഇങ്ങനെ വീട്ടിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിതാവ് അബൂ താലിബ് പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന സന്ദർഭത്തിൽ ഇതാണ് കാണുന്നത്. തന്റെ മകന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള വിചിത്രമായിട്ട് ഇങ്ങനെ ഒരു കർമ്മത്തിൽ ഏർപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച പിതാവ് കാണാൻ. അപ്പൊ അവരെ നമസ്കാരം കഴിഞ്ഞ സന്ദർഭത്തിൽ അബൂ താലിബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്തത്? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആശയം അതേ രൂപത്തിൽ നേരത്തെ പറഞ്ഞു കൊടുത്തു പോലെ ആ സത്യമതത്തിന്റെ ആ സന്ദേശം അബൂ താലിബിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ആ സത്യമതത്തിലേക്ക് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ തന്റെ പൂർവ്വപിതാക്കന്മാരുടെ ആ മതം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല, ആ ഒരു നിലപാടായിരുന്നു. അത് അവസാനം വരെ അതേ നിലപാടിലായിരുന്നു അബൂ താലിബ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനോടൊപ്പം അതെനിക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതോടൊപ്പം അബൂ താലിബ് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, പക്ഷേ ഒരു കാര്യം ഞാൻ വാക്ക് തരാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നിന്നെ ഞാൻ സംരക്ഷിക്കും, നിനക്ക് ഒരു ബുദ്ധിമുട്ടും അവരിൽ നിന്നുണ്ടാകില്ല എന്ന് ആ ഒരു വാക്ക് അബൂ താലിബ് അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. അതിനുശേഷം അബൂ താലിബ് തന്റെ മകനിലേക്ക് തിരിഞ്ഞുകൊണ്ട്, അലി റളിയല്ലാഹു അൻഹു കൂടെ നിസ്കരിച്ചിട്ടുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ഈ മുഹമ്മദ് പറയുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് അലി റളിയല്ലാഹു കുട്ടിയായിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞ ആശയം ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അബൂ താലിബ് പറഞ്ഞു, ഇൽസിംഹു, ഉറച്ചു നിൽക്കുക, മുഹമ്മദിന്റെ കൂടെ നീ ഉറച്ചു നിൽക്കുക, അവൻ നിന്നെ നല്ലതിലേക്ക് മാത്രമേ ക്ഷണിക്കൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മകനോട് പറയാൻ ഇൽസിംഹു, അവനെ ഉറച്ചു പിടിക്കുക, ഉറച്ചു നിൽക്കുക, അവനോടൊപ്പം നല്ലതിലേക്ക് മാത്രമേ അവൻ ക്ഷണിക്കുള്ളൂന്ന് അബൂ താലിബ് മകനോട് പറയാൻ. സുബ്ഹാനല്ലാഹ്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ചെയ്തത് സത്യമതമായിരുന്നു, കൃത്യമായിട്ട് അബൂ താലിബിന് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഈഗോ, അതായത് തന്റെ പൂർവ്വപിതാക്കന്മാരുടെ ആ ഒരു മാർഗം ഉപേക്ഷിക്കാനുള്ള അതിലുള്ള വൈമനസ്യം കൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹം അത് സ്വീകരിക്കാതിരുന്നത്. പിന്നീട് മക്കാ കാലഘട്ടത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ വളരെ കുറച്ച് മാത്രമേ കാണാൻ സാധിക്കൂ. കാരണം വളരെ ചെറിയ പ്രായമാണ്.
ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അത്തരത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വളരെ ചെറിയ പ്രായമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് മക്ക കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അതിലൊരു സംഭവം നമുക്കറിയാം, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. അബൂദറുൽ ഗിഫാരി, അദ്ദേഹം ഗിഫാർ ഗോത്രത്തിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ച് കേട്ട് അദ്ദേഹം മക്കയിലേക്ക് വരുന്നുണ്ട് രഹസ്യമായിട്ട്. മക്കയിൽ അദ്ദേഹം രഹസ്യമായിട്ട് രാപ്പാർക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അബൂദറുൽ ഗിഫാരി, അതായത് വിചിത്രമായിട്ട് ഒരാൾ ഇങ്ങനെ 2-3 ദിവസമായിട്ട് മക്കയിൽ താമസിക്കുന്നത് കണ്ട സന്ദർഭത്തിൽ അദ്ദേഹത്തെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടെല്ലാം നമ്മൾ നേരത്തെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ വളരെ വിശദമായിട്ട് ആ സംഭവം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചില റിപ്പോർട്ടിൽ അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹുവിനെ എടുത്തിട്ട് പ്രവാചകന്റെ സന്നിധിയിലേക്ക് പോയതെന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഒരു സംഭവം. അതേപോലെ തന്നെ പിന്നീട് മക്ക കാലഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം നമുക്കെല്ലാവർക്കും അറിയാം, ഹിജ്റയാണ്. ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ട സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും അലി റളിയല്ലാഹു അൻഹുവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വന്തം ശരീരത്തെയാണ് അന്നത്തെ ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകിയത്. നമുക്കറിയാം, ഇവരുടെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശത്രുക്കൾ അവര് ഗൂഢാലോചന നടത്തുകയാണ്. 7 വ്യത്യസ്ത ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ അവരൊരുമിച്ച് പ്രവാചകന്റെ വീട് വളയുക, അതായിരുന്നു അവരുടെ പ്ലാന്. 7 വ്യത്യസ്ത ഗോത്രങ്ങളിലുള്ള ആളുകൾ, ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രതിനിധികൾ. അങ്ങനെ വരാനുള്ള കാരണം, ഏതെങ്കിലും ഒരു ഗോത്രക്കാര് പ്രവാചകനെ വധിച്ചു കഴിഞ്ഞാൽ ആ ഗോത്രം ആ പാപഭാരം മുഴുവൻ ചുമക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരെ മാത്രം ആളുകൾ കുറ്റപ്പെടുത്തും. പക്ഷേ പ്രബലമായിട്ടുള്ള 7 ഗോത്രത്തിൽ നിന്ന് വരുമ്പോൾ അത് 7 ആളുകളാവുമ്പോൾ അത് ആ കുറ്റം സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരേ രൂപത്തിൽ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ആ രൂപത്തിലാണ് അവർ പദ്ധതി ചെയ്തത്. പ്രമുഖമായിട്ടുള്ള 7 ഗോത്രത്തിലെ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ അവരൊരുമിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞു. ആ വീട് വളഞ്ഞതിന് ശേഷം, വീട് വളഞ്ഞ സന്ദർഭത്തിൽ നമുക്കറിയാം, എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശത്രുക്കളുടെ ആ പദ്ധതി നേരത്തെ തന്നെ അറിയിച്ചു കൊടുത്തു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് പകരം തന്റെ വിരിപ്പില് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് കിടക്കാൻ ആവശ്യപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഉപദ്രവവും നിനക്ക് ഏൽക്കില്ല, ഒരു ഉപദ്രവം അവരിൽ നിന്ന് നിനക്ക് ഏൽക്കേണ്ടി വരില്ല. പ്രവാചകൻ ഉറപ്പു നൽകിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിക്കേണ്ട, പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പാണ് അലി റളിയല്ലാഹു അൻഹുവിന് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിന്റെ തവക്കുൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പ്രവാചകന്റെ ആ ഒരു വാക്കിൽ അത്രയേറെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ വിരിപ്പിൽ അദ്ദേഹം കിടക്കാൻ സന്നദ്ധമാണ്. പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസത്തിനുള്ള ഏറ്റവും വലിയൊരു പരീക്ഷണമായിരുന്നു. എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പരീക്ഷിക്കണം. പ്രവാചകന്റെ ആ വാക്ക് കേട്ട ആ വിരിപ്പിൽ പ്രവാചകന്റെ ശരീരത്തിന് പ്രതിനിധാനം ചെയ്തുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ വിരിപ്പിൽ കിടക്കുകയാണ്. ആ വിരിപ്പിൽ മൂടിപ്പൊത്തിച്ച് കിടക്കാണ്. അലി റളിയല്ലാഹു അൻഹു കിടന്നു. ഉടൻ തന്നെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഉറക്കമായിരുന്നു ആ സന്ദർഭത്തിൽ എനിക്ക് കിട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഉറക്കിയതായിരിക്കണം, അല്ലാഹു അലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പുറത്തിറങ്ങിയ സന്ദർഭത്തിൽ ശത്രുക്കളാണ് വീടിന് ചുറ്റും. നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ ഈ ചരിത്രം വിശദീകരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിടി മണ്ണ് കയ്യിലെടുത്തുകൊണ്ട് ഷാഹത്തിൽ വുജൂഹ്, നിങ്ങളുടെ ആ ഒരു ശാപവാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മണ്ണുകൾ എറിഞ്ഞ ആ സന്ദർഭത്തിൽ ആ എറിഞ്ഞ മണ്ണ് എല്ലാ ശത്രുക്കളുടെ കണ്ണിലേക്കും വന്നെത്തി. അത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സൂറത്തുൽ അൻഫാൽ, ബദറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 17-ാമത്തെ വചനത്തിൽ, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ, യഥാർത്ഥത്തിൽ പ്രവാചകരെ നിങ്ങളല്ല, അള്ളാഹുവാണ് അവിടെ പ്രവർത്തിച്ചത്. ബദറിലും ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. ബദർ ആരംഭിക്കുന്ന ഒരു അല്പം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിൽ മണ്ണെടുത്ത് ശത്രുക്കളുടെ മുഖത്തേക്ക് എറിയുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ആയത്താണ്. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ രഹസ്യമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവസാനം അവര് റൂമിലേക്ക് വന്ന് ആ വിരിപ്പ് പൊന്തിച്ചു നോക്കിയ സന്ദർഭത്തിൽ അവിടെ പ്രവാചകന്റെ സ്ഥാനത്ത് അവർ കണ്ടത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹിജ്റയുടെ ആ ഭാഗത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഹിജ്റയുമായിട്ട് ബന്ധപ്പെട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ധീരത പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു അലി റളിയല്ലാഹു അൻഹുവിന്റെ ധീരത എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കപ്പെട്ട
മുഴുവൻ അമാനത്തുകളും തിരികെ ഏൽപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തിയത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതായത് അവിടെയുള്ള ആളുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കപ്പെട്ട നിരവധി വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളെല്ലാം വേണ്ട ആളുകൾക്ക് തിരിച്ചു കൊടുത്തതിന് ശേഷം വേണം നീ വരാനെന്നുള്ള ഒരു കൽപ്പന അലി റളിയല്ലാഹു അൻഹുവിന് നൽകിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾ മുഴുവൻ ഹിജ്റ പോയപ്പോഴും അലി റളിയല്ലാഹു അൻഹു അവിടെ അവശേഷിച്ചു എന്നുള്ളതാണ്. മറ്റുള്ള ആളുകളെല്ലാം പോയി ഈ 3 ദിവസത്തിന് ശേഷമാണ്, അതായത് മുഴുവൻ മുതലുകളെല്ലാം കൊടുത്തു തീർത്തതിന് ശേഷമാണ് അലി റളിയല്ലാഹു അൻഹു 3-ാമത്തെ ദിവസം രാത്രി ഒറ്റക്കാണ് രഹസ്യമായിട്ട് ഹിജ്റക്ക് പുറപ്പെടുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മറ്റുള്ള ആളുകൾ മുഴുവൻ പോയിട്ട് ഒറ്റക്ക് അർദ്ധരാത്രി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പുറപ്പെടാൻ. ചിന്തിച്ചു നോക്കുക, ദാരിദ്ര്യം കാരണം അദ്ദേഹത്തിന് വാങ്ങാൻ ഒരു ഒട്ടകം വാങ്ങാനുള്ള പണം പോലും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നില്ല എന്നുള്ള. അപ്പൊ ദിവസങ്ങളോളം മക്ക മുതൽ മദീന വരെ അദ്ദേഹം ദിവസങ്ങളോടെ ആ കൊടുംചൂടിൽ മരുഭൂമിയിലൂടെ ഒറ്റക്ക് നടക്കുകയാണ്. ചിന്തിച്ചു നോക്കുക, ചരിത്രകാരന്മാർ സൂചിപ്പിക്കപ്പെടുന്നത് പല സന്ദർഭത്തിലും കൊടും ചൂട് കാരണം അദ്ദേഹം പകല് മുഴുവൻ ഉറങ്ങും, രാത്രിയായിരുന്നു പ്രധാനമായിട്ട് യാത്ര ചെയ്തിരുന്നത്. മക്ക മുതൽ മദീന വരെ ആ കൊടും ചൂടുള്ള മരുഭൂമിയിലൂടെ, നമുക്കറിയാം മക്ക ടു മദീന ഏകദേശം 400, 410, 420 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം നമ്മുടെ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ദൂരം. ആ ദൂരം മാത്രം കണ്ടാൽ പോരാ, അത്രയും കൊടും ചൂടുള്ള മരുഭൂമിയിൽ നിങ്ങളൊന്ന് പോയി നിന്നാൽ അറിയാം, 5 മിനിറ്റ് നിൽക്കാൻ പോലും സാധ്യല്ല. അത്രയേറെ കൊടും ചൂടിൽ ഒറ്റക്ക് ഒരു വാഹനം പോലും ഇല്ലാതെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോയത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ കാത്ത് ഖുബയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിൽ അലി റളിയല്ലാഹു അൻഹുവിനെ വരവേൽക്കാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനം അലി റളിയല്ലാഹു അൻഹു അവിടെ എത്തിയ സന്ദർഭത്തിൽ കാലിലെല്ലാം നീര് വന്ന് പൊട്ടിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം നമുക്കറിയാം മദീനയിൽ എത്തിയ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുൽ അൻസാറുകളെയും അവർ തമ്മിൽ മുആഖ, അതായത് സാഹോദര്യ ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചിരുന്നു, മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ. അതിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സഹോദരനായിട്ട്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരനായിട്ട് തെരഞ്ഞെടുത്തത് സഹ്ൽ ഇബ്നു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെയാണ്. സഹ്ൽ ഇബ്നു ഹുദൈഫ, ആ രൂപത്തിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ മുആഖ ചെയ്തത് സഹ്ൽ ഇബ്നു ഹുദൈഫയുമായിട്ടാണ്. പക്ഷേ ചില ആളുകൾ, അതായത് ശിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പറയാറുള്ളത് പ്രവാചകൻ സ്വയം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മുആഖ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടാണ് സഹോദര്യ ബന്ധം സ്ഥാപിച്ചതെന്ന് ശിയാക്കൾ അവകാശപ്പെടാറുണ്ട്. അതിനെ ഭൂരിപക്ഷം സുന്നി പണ്ഡിതന്മാരും അതിനെ തള്ളിക്കളഞ്ഞായിട്ട് കാണാൻ സാധിക്കും. അതായത് പ്രധാനമായിട്ട്, അതായത് ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, അതേപോലെ തന്നെ ഇബ്നു സഅദ് അദ്ദേഹത്തിന്റെ തബഖാത്തിലും, അതേപോലെ തന്നെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇവരെല്ലാം പ്രഗത്ഭരായിട്ടുള്ള ഈ പണ്ഡിതന്മാരെല്ലാം അത് ശരിയല്ല, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടല്ല സഹോദര്യ ബന്ധം ഉണ്ടാക്കിയത്, മറിച്ച് സഹ്ൽ ഇബ്നു ഹുദൈഫ അല്ലെങ്കിൽ സഹ്ൽ ഇബ്നു ഹനീഫ് റളിയല്ലാഹു അൻഹുമായിട്ടായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ സാഹോദര്യ ബന്ധം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചതെന്ന് സൂചിപ്പിച്ചായിട്ട് കാണാൻ സാധിക്കും. മദീനയിൽ പിന്നീട് നമ്മൾ കാണുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹമാണ്. അതായത് ഹിജ്റ 2-ാം വർഷത്തിലാണ് അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. ആ സമയത്ത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 25 വയസ്സായിരുന്നെല്ലാം കാണാൻ സാധിക്കും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ യഥാർത്ഥത്തിൽ മറ്റൊരാൾക്ക് വിവാഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ മൗല, അതായത് വേലക്കാരൻ പറഞ്ഞു, നീ പോയിട്ട് ചോദിക്കുക, അതായത് അവള് നിനക്കുള്ള പെണ്ണാണ്. അലി റളിയല്ലാഹു പറഞ്ഞു, ഞാൻ എങ്ങനെയാ ചോദിക്കുക, എന്റെ കയ്യിൽ ഒന്നുമില്ല, വിവാഹം കഴിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. വീണ്ടും അദ്ദേഹം നിർബന്ധിച്ച അലി റളിയല്ലാഹു അൻഹുവിന് അതിയായ താല്പര്യമുണ്ട്, പക്ഷെ എങ്ങനെ ചോദിക്കും എന്നുള്ള വല്ലാത്തൊരു ആശങ്കയിലാണ്. അവസാനം ആ ആശങ്കയോട് കൂടെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പോയി പ്രവാചകന്റെ മുന്നിൽ ഇരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയാണ്, നാണം കാരണം ഞാൻ എങ്ങനെയാണിത് പറയാ, എങ്ങനെയാണ് അവതരിപ്പിക്കാന്ന് എനിക്ക് നാണം കാരണം ഒന്നും സംസാരിക്കാൻ ലഭിച്ചില്ല, സംസാരിക്കാൻ കഴിഞ്ഞില്ല. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ചോദിച്ചു, നീ വന്നത് ഫാത്തിമയെ ആലോചിക്കാൻ വേണ്ടിയാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, അതായത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഇരിപ്പും ആ ഒരു ഇതൊക്കെ കണ്ട സന്ദർഭത്തിൽ പിതാവല്ലേ, കൃത്യമായിട്ട് മനസ്സിലായി കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ചോദിച്ചു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഞാൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഞാൻ അതിനു വേണ്ടി തന്നെയാണ് വന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ കയ്യിൽ മഹർ നൽകാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതായത് നീ വിവാഹം കഴിക്കാനൊക്കെ വന്നതാണ്, പക്ഷെ എന്റെ കയ്യിൽ മഹർ നൽകാനായിട്ട് എന്താണുള്ളത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, ഒന്നുമില്ലാത്തൊരു ചെറുപ്പക്കാരൻ
പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ വിലമതിക്കാനാകാത്ത ചില കാര്യങ്ങൾ, അതായത് ദീനുണ്ടായിരുന്നു, അതേപോലെ തന്നെ സ്വഭാവം, അതെല്ലാം ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു ഹദീസ്, ഇമാം തുർമുദി ധരിക്കുന്ന സ്വയായിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായിട്ട് നമ്മോട് പറഞ്ഞു, ഇദാ ജാഅക്കും മൻ തർലൗന ദീനഹു വഖുലഖുഹു ഫസവ്വിജു. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണും അല്ലെ ദീനും അതേപോലെ തന്നെ സ്വഭാവമുള്ള ആരെങ്കിലും നിന്നോട് വന്നിട്ട് പെണ്ണ് അന്വേഷിക്കുകയാണെങ്കിൽ ഫസവ്വിജു, നിങ്ങൾ അദ്ദേഹത്തിന് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് നൽകും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആ ഒരു പ്രവാചകൻ പറഞ്ഞ അതേ പ്രവാചകന്റെ അടുത്താണ് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അതേ രൂപത്തിൽ വരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയാം, ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഏറ്റവും നല്ല ദീനുള്ള ഒരു വ്യക്തിയാണ് തന്റെ മുമ്പിലിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് സമ്പത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിനക്ക് മുമ്പ് ബദറിന്റെ സമയത്ത് നിനക്ക് നൽകിയ ഒരു പടയങ്കി ഉണ്ട്, ഹുതൈമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പടയങ്കി. ആ പടയങ്കി നിന്റെ കയ്യിലില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ആ പടയങ്കി എന്റെ കയ്യിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വിട്ട് അത് അങ്ങാടിയിൽ പോയി വിറ്റ് അതിന്റെ പണവുമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ. അലി റളിയല്ലാഹു അൻഹു വളരെ സന്തോഷമായി. അലി റളിയല്ലാഹു അൻഹു കയ്യിലുള്ള ആ പടയങ്കിയുമായിട്ട് മാർക്കറ്റിലേക്ക് പോവാൻ. മാർക്കറ്റിലേക്ക് പോയ സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മരുമകനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വല്ലാത്ത സന്തോഷം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ പടയങ്കി അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും 400 ദിർഹം നൽകിയിട്ട് അത് വാങ്ങി. 400 ദിർഹം നൽകി വാങ്ങി. അലി റളിയല്ലാഹു അൻഹു ആ 400 ദിർഹവുമായിട്ട് സന്തോഷത്തോടു കൂടെ തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിറകിൽ നിന്ന് വിളിച്ചു. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഈ പടയങ്കി എന്നേക്കാൾ നന്നായിട്ട് ഉപയോഗിക്കുന്നത് ഏതായാലും നീയല്ലേ, അതുകൊണ്ട് നീ തന്നെ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ പടയങ്കി തിരിച്ചു നൽകി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഏറ്റവും നിർണായകമായിട്ടുള്ള ആ ഒരു ഘട്ടത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സഹായിക്കുന്നത് നിങ്ങൾ നോക്കുക. ഈ ഒരു സഹായം തീർച്ചയായിട്ടും ഒരിക്കലും ജീവിതകാലത്തുടനീളം അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏതായാലും മറക്കൂല. പക്ഷേ പിൻകാലഘട്ടത്തിൽ നമുക്കറിയാം അവർക്കിടയിൽ ശത്രുത ഉണ്ടായിരുന്നെന്നെല്ലാം പ്രചരിപ്പിക്കുന്ന ആളുകൾ ഈ രൂപത്തിലാണ്, പലരും ആ രൂപത്തിലാണ് പറഞ്ഞുണ്ടാക്കുന്നത്. എത്രയേറെ സ്നേഹത്തോടു കൂടെയാണ് അവർ പരസ്പരം വർത്തിച്ചിരുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു പണവുമായിട്ട് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വരുന്നു. അത് മഹറായി നൽകിക്കൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതായത് പ്രവാചക പുത്രിയെ അവിടെ വെച്ചുകൊണ്ട് വിവാഹം ചെയ്യുകയാണ്. അപ്പൊ വിവാഹ ദിനം, അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ കാണാൻ സാധിക്കും. വിവാഹ ദിനത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അണിയിച്ചൊരുക്കാൻ വേണ്ടി വന്നത് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിന്റെ ദിവസം വീട്ടിലേക്ക് ഇങ്ങനെ കയറി വന്നു. അപ്പൊ പ്രവാചകൻ കയറി വന്നപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം പല ഭാഗത്തേക്കായിട്ട് മാറുന്ന. അസ്മാ റളിയല്ലാഹു അൻഹ വീട്ടിൽ അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഏതൊരു കൾച്ചറിലും അന്നത്തെ ദിവസം ഈ വധുവിനെ അണിയിച്ചൊരുക്കുക എന്നുള്ളത് ഏതൊരു നാട്ടിലും പറഞ്ഞിട്ടുള്ള അതേ രൂപത്തിൽ അവര് നല്ല രൂപത്തിൽ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ വന്നത് അറിഞ്ഞ സന്ദർഭത്തിൽ അസ്മാ റളിയല്ലാഹു അൻഹ അവിടെ വീട്ടിലുണ്ടായിരുന്ന ഒരു വിരിയുടെ പിറകിലേക്ക് അവർ മാറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ നാണത്തോടുകൂടെ പിതാവിന്റെ മുമ്പിൽ വന്നു നിന്നു. അങ്ങനെയാണ് പഴയ കാലത്ത്. ഇന്നത്തെ കാലത്ത് അതില്ല. അതായത് പിതാക്കളുടെ മുമ്പിൽ വരുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് വിവാഹ ദിവസം മക്കൾ വരുന്ന സന്ദർഭത്തിൽ വല്ലാത്ത നാണാൻ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ രൂപത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരാളെയാണ് ഞാൻ നിനക്ക് വരനായിട്ട് നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ഇത് പറഞ്ഞു. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. ഒരല്പം വെള്ളം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലേക്ക് കുടഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നെല്ലാം സ്വഹീഹായിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ആ വിരിയുടെ പുറകിൽ ഒരാളുള്ളതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി. പ്രവാചകൻ ചോദിച്ചു, ആരാണ് ആ വിരിയുടെ പിറകിലുള്ളത്? ആ സന്ദർഭത്തിൽ അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനാണ്. അസ്മയാണോ അസ്മാ റളിയല്ലാഹു അൻഹ ആണെന്ന് അവർ മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്റെ മകളെ അണിയിച്ചൊരുക്കാൻ വേണ്ടിയിട്ടാണോ നീ വന്നത്? അവർ പറഞ്ഞു, അതെ. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു. അവർ പിന്നീട് പറയുമായിരുന്നു, എന്റെ ജീവിതത്തിൽ ഈ ലോകത്തുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് വിലയേറിയതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് എനിക്ക് നടത്തിയ ആ പ്രാർത്ഥന എന്ന് പിന്നീട് അസ്മാ റളിയല്ലാഹു അൻഹ
ഓർമ്മപ്പെടുന്ന അല്ലെങ്കിൽ അത് ഓർത്തെടുക്കുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബുദ്ദ മിൻ വലീമ, നീ വലീമ കൊടുക്കണം, അതായത് വിവാഹ സദ്യ ഒരുക്കണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നേരത്തെ മഹർ വാങ്ങാൻ പോലും പണമില്ലാത്തൊരവസ്ഥയിലാണ്. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നമുക്കറിയാം അൻസാരികളിൽപ്പെട്ട പ്രമുഖ അൻസാരി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം അർശ് കുലുങ്ങിയെന്നെല്ലാം പറഞ്ഞ ആ സ്വഹാബി അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ആ വിവാഹ സദ്യ സ്പോൺസർ ചെയ്യാൻ ഇത്ര സാഹോദര്യത്തോടു കൂടെയാണ് സുബ്ഹാനല്ലാഹ് അവർ വർത്തിക്കുന്നത്. അന്നത്തെ ദിവസം അവര് ആ വിവാഹ സദ്യ എല്ലാം വരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് പ്രത്യേകമായിട്ട് പറഞ്ഞു, വിവാഹ ദിവസം രാത്രി ഞാൻ റൂമിൽ വന്നതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ. ആ ഒരു നിർദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. അതേ രൂപത്തിൽ തന്നെ വിവാഹ ദിവസം രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ടുവരാൻ കൽപ്പിച്ചു. പ്രവാചകൻ വുളൂ ചെയ്തതിന് ശേഷം അവർക്ക് ഇരുവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരല്പം വെള്ളമെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് കുടഞ്ഞ് പ്രത്യേകമായിട്ട് അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ആ റൂമിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ നടന്നു എന്നുള്ള അതാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട സ്വയായിട്ടുള്ള ഉദ്ധരണികളിലൂടെ നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. ഹിജ്റക്ക് ശേഷം 2ാമത്തെ വർഷം തന്നെ ഈ ഒരു വിവാഹം നടക്കുകയാണ്. അതിനുശേഷം പിന്നീട് വരുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള സംഭവം ബദറാണ്. മദീനയിൽ വെച്ചുകൊണ്ട് അരങ്ങേറുന്ന ബദർ നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഥമ യുദ്ധം. അതേപോലെ തന്നെ ആ യുദ്ധത്തിൽ അതിന്റെ തുടക്കത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള റോള് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിർവഹിക്കുന്നത്. നമുക്കറിയാം അക്കാലഘട്ടത്തിൽ യുദ്ധത്തിന്റെ ഒരു പാറ്റേൺ, അതായത് യുദ്ധത്തിന് ആദ്യം നേർക്ക് നേരെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അവർ അതായത് വ്യക്തികൾ തമ്മിലൊരു ദ്വന്ദ്വ യുദ്ധം അല്ലെങ്കിൽ മുബാറസ എന്നറിയപ്പെടും, ആ രൂപത്തിൽ ഒരു ദ്വന്ദ്വ യുദ്ധം ആദ്യം നടത്താറുണ്ടായിരുന്നു. അതിനായിട്ട് ശത്രുപക്ഷത്തു നിന്നും ഉത്തുബ അതേപോലെ തന്നെ ഷൈബ അവരെല്ലാം ഇറങ്ങി നിന്നുകൊണ്ട് അവർ വെല്ലുവിളിച്ചു മുസ്ലിങ്ങളെ. ഉത്തുബയും ഷൈബയും എല്ലാം മുബാറസക്ക് വേണ്ടി അല്ലെങ്കിൽ ദ്വന്ദ്വ യുദ്ധത്തിന് വേണ്ടി ഇതേ രൂപത്തിൽ വെല്ലുവിളിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം അൻസാറുകളെ പറഞ്ഞയച്ചു. അപ്പൊ അൻസാറുകളെ പറഞ്ഞയച്ച സന്ദർഭത്തിൽ ശത്രുക്കൾ പുച്ഛിച്ചുകൊണ്ട് അവരെ തിരിച്ചയച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ആർക്ക് വേണം? ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ രക്തം, ഖുറൈശി ബ്ലഡാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഖുറൈശികളെ ഞങ്ങൾക്ക് വിട്ടുതരുമെന്ന് അവർ വെല്ലുവിളിച്ച് ആക്രോശിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖും യാ അലി, അലിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഖും യാ ഹംസ റളിയല്ലാഹു അൻഹുവിനെയും അതേപോലെ തന്നെ ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് അയക്കാൻ. ഈ 3 ആളുകൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മാസ്മരികമായിട്ടുള്ള പോരാട്ടം നടത്തിയത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒറ്റയടിക്ക് ശത്രുത്തിനെ വലീദ് ഇബ്നു ഉത്ബയാണ് അദ്ദേഹം നേരിട്ടത്. ആ വലീദ് ഇബ്നു ഉത്ബയെ ഒരൊറ്റയടിക്ക് അദ്ദേഹം നിലംപൊറ്റിച്ചു എന്നുള്ള സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബദറിൽ പതാകവാഹകനായിട്ടുണ്ടായിരുന്നു എന്നെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ ആ രൂപത്തിൽ ബദറിൽ തുടക്കത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ട് റോള് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിർവഹിക്കുന്നുണ്ട്. പിന്നീട് മദീനയിൽ 2ാമതായിട്ട് കടന്നു വരുന്ന ഉഹുദിലും നമുക്കറിയാം ഉഹുദും ഇതേ രൂപത്തിൽ ഉഹുദ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് നടന്ന ആ ദ്വന്ദ്വ യുദ്ധം മുബാറസയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെയും താരായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ബദറിലും ഉഹുദിലും രണ്ടിലും ഒരേ രൂപത്തിൽ മുബാറസയിൽ പങ്കെടുത്ത ഒരേ ഒരു സ്വഹാബി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ശത്രുപക്ഷത്ത് നിന്നും അബൂ സഅദ് ബിൻ അബീ ത്വൽഹ അദ്ദേഹം ദ്വന്ദ്വ യുദ്ധത്തിന് വേണ്ടി മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചു. അബൂ സഅദ് ബിൻ അബീ ത്വൽഹ അദ്ദേഹത്തിന്റെ മകൻ നമുക്കറിയാം ഉസ്മാൻ ഇബ്നു ത്വൽഹ, അദ്ദേഹം പ്രസിദ്ധനാണ്. നമുക്കറിയാം കഅബയുടെ കീ സംരക്ഷകനായിട്ട് കടന്നു വന്ന അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് മക്ക വിജയവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം ഉസ്മാൻ ഇബ്നു ത്വൽഹ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സ്വഹാബിയാണ്. അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. ആ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ പിതാവായിരുന്ന അബൂ സഅദ് ബിൻ അബീ ത്വൽഹ അദ്ദേഹം ബദറിൽ മുസ്ലിങ്ങളെ വെല്ലുവിളിച്ച സന്ദർഭത്തിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ്. ശക്തമായിട്ടുള്ള യുദ്ധം, ദ്വന്ദ്വ യുദ്ധം അലി ഇബ്നു അബീ ത്വാലിബ് അദ്ദേഹവുമായിട്ട് നടത്തുന്നു. അവസാനം അലി റളിയല്ലാഹു അൻഹുവിന്റെ വെട്ടേറ്റ് അദ്ദേഹം നിലം പതിച്ച്, അതായത് തുടയലിന് അദ്ദേഹത്തിന് വെട്ടേറ്റു. അദ്ദേഹം നിലം പതിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി വാളോങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഔറത്ത് വെളിവായ അവസ്ഥയിലാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കണ്ടത്. അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കാതെ തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ ചോദിച്ചു, അവർ ദൂരെ നിന്നത് കാണുകയാണ്, അവർ ചോദിച്ചു, എന്താണ് നിങ്ങൾ അദ്ദേഹത്തെ വധിക്കാതെ വെറുതെ വിട്ട്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ അവസ്ഥയിൽ എനിക്ക് അദ്ദേഹത്തെ വധിക്കാൻ തോന്നിയില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതാണ് ഉഹുദുമായിട്ട് ബന്ധപ്പെട്ടും
അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ചരിത്രം. ഇൻഷാ അല്ലാഹ് പിന്നീട് ഖന്തക്ക്, അതേപോലെ തന്നെ ഖൈബർ, വളരെ പ്രസിദ്ധമായിട്ട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ധീരതയെല്ലാം ഖൈബർ യുദ്ധത്തിലാണ് പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ അടുത്ത ഭാഗത്ത് നമ്മൾ മടങ്ങിയെത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അതേപോലെ തന്നെ സച്ചരിതമായിട്ടുള്ള സ്വഹാബത്തിന്റെ കൂടെയും നാളെ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.